ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ ഈ ഉന്തിക്കൊണ്ടിരുന്ന സാധനം ഉണ്ടല്ലോ, ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ആറ്റംബർഗിൻ്റെ മിക്സിയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തുറന്ന് നോക്കിയപ്പം ഒരു റെസിപ്പി സംഭവമുണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് റെസിപ്പീസ് കിട്ടും. പിന്നെ മറ്റേ വാറൻറ്റി കാർഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അതിനുശേഷം ഇതാ 3 ലിഡിൻ്റെ ഒരു സെറ്റ് പോലെയാണ് ഒരു വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇവരുടെ ചോപ്പറാണ്. നമുക്ക് എന്ത് വെജിറ്റബിൾസും ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ താഴത്തെ തട്ടിലായിട്ടാണ് ഇവരുടെ ജാറുകളെല്ലാം വെച്ചിട്ടുള്ളത്. ഇതിൽ 3 ജാറാണ് വരുന്നത്, പ്ലസ് ആ ഒരു ചോപ്പറും. പിന്നെ രണ്ടാമത്തേത് നമുക്ക് ദോശക്കുള്ള മാവ് അരക്കാൻ, അരി അരക്കാൻ, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, അതിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ ജാറ് വന്നിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ മിക്സിൻ്റെ അടിയിൽ ഇതാ ഇതേപോലെ ഇങ്ങനെ എന്താ പറയുക, സക്ഷൻ സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാ ജാറിലും ഇതേപോലെ നമുക്ക് തുറന്നിട്ട് ഇത് അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമുള്ളപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. കുറേ ആയില്ല നമ്മൾ റെസിപ്പി വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ റെസിപ്പി വന്നിട്ട് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ കേരള സ്റ്റൈലല്ല, മറ്റേ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് നമ്മൾ പഴം നിറച്ചതുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഈ കയ്പ്പൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് ചെയ്യണതാണ്. അപ്പോൾ പഴം നിറച്ചതിൻ്റെ ഒരു സിമിലറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം കയ്പ്പ നല്ലോണം കഴുകിയെടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള അങ്ങനെ ബംസ് പോലെ നിൽക്കുമല്ലോ, അതെല്ലാം ഞാനൊന്ന് പീലർ വെച്ചിട്ട് ഇങ്ങനെ പീൽ ചെയ്തെടുത്തേണ്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടോ, അങ്ങനെ പിടിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ഒരു സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുരുവും പിന്നെ ബാക്കി ഫ്ലഷും എല്ലാം ഒന്ന് എടുത്ത് ഒഴിവാക്കിയാണ്. ശരിക്കും നമ്മൾ പഴനിറവിന് ചെയ്യൂലേ, ആ കറുത്ത ഭാഗമൊക്കെ എടുത്ത് ഒഴിവാക്കൂലേ, അതേപോലെ തന്നെ. പിന്നെ ഞാനൊരു ഇഡ്ഡലി തട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലാദ്യം കുറച്ച് വെള്ളം വെച്ചിട്ട് രണ്ടാമത്തെ തട്ടിൽ നമ്മുടെ കയ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനാവും എന്താവും എന്നൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ 2 കയ്പ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറിയ കയ്പയാണ് യൂസ് ചെയ്യുന്നത്. എന്താ പറയുക, കുഞ്ഞായിട്ട് വരുന്ന കയ്പ ഉണ്ടാവുമല്ലോ, അതാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അധിക വീഡിയോസിൽ അതാണ് ഞാൻ കണ്ടത്. പക്ഷേ ഒരുപാട് കടകളിൽ ഞാൻ പോയി നോക്കി, അതെനിക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വലിയതിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഇത് കയ്പ ഒന്ന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാനുണ്ട്. ഒരു 15 മിനിറ്റോളം അത് സ്റ്റീം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വെച്ചേന്. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം കുറച്ച് പച്ച മല്ലിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ തന്നെ വലിയ ജീരകവും ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് അടി പിടിച്ചിട്ട് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കണം. ഉലുവ ചേർക്കുമ്പോൾ ഇത്ര അധികം ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ചേർത്തത് കൂടിപ്പോയിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുക. വറുക്കുക എന്ന് പറയുമ്പം അത് അങ്ങനെ ഭയങ്കരമായിട്ട് കളറൊന്നും മാറണ്ട, ഇങ്ങനെ പൊട്ടി തുടങ്ങും, ഉലുവൊക്കെ ഇങ്ങനെ പൊട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടാറി കഴിഞ്ഞിട്ടാണ് നമ്മളിത് പൊടിക്കാൻ പോണത്. പിന്നെ ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് ഞാൻ അടുത്തൊരു ഇൻഗ്രീഡിയൻറ്റ് വറുത്തെടുക്കാൻ പോണത്. ഇത് നമ്മുടെ നെൽക്കടല ഉണ്ടല്ലോ, സാധാ നമ്മളിങ്ങനെ കുറിക്കുന്ന കടല, അത് ഒന്ന് വറുത്തെടുക്കാനുണ്ട്. ഇത് ഇത്ര അധികം ഒന്നും വേണ്ട കേട്ടോ. ഞാൻ പിന്നെ മിക്സിയിൽ അടിഞ്ഞ് കിട്ടുമോ എന്നുള്ള പേടിക്കാണ് ഇത്ര അധികം എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും നല്ല പോലെ വറുക്കണം. ഇങ്ങനെ എന്താ പറയുക, സ്കിന്നൊക്കെ ഇങ്ങനെ കളർ മാറി വരുന്നവരെ വറുത്തെടുക്കുക. അതാ ഇതേപോലെ. എന്നിട്ട് ആദ്യം ഞാൻ ഈ ഒരു കടലയാണ് പൊടിച്ചെടുക്കാൻ പോണത്. ഈ മിക്സിയിൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ വേറൊരു മിക്സിയിലും ഇതുവരെ കണ്ടിട്ടില്ല. അതായത് ഇപ്പോൾ നമുക്ക് ഈ ചമ്മന്തി ആക്കാനും പിന്നെ ഇങ്ങനെ തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാനുള്ള സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു മോഡിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ല, ആ ഒരു ക്ലിപ്പ് ഉള്ളതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ. നമുക്കിനിയിപ്പം മിക്സി ഇങ്ങനെ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിയെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് ഈ ഒരു കോഴ്സ് മോഡിലേക്ക് ഇട്ടിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് അങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നല്ല തരതരപ്പായിട്ട് കിട്ടിയിരിക്കുന്നത്. സാധാരണ ഈ കടല കടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഓയിൽ റിലീസാവും. അപ്പം കടലൊക്കെ ഇങ്ങനെ അരഞ്ഞ് പേസ്റ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിൽ ആ ഒരു പ്രശ്നമില്ല കേട്ടോ, എവിടെയും പിടിച്ചിട്ടോ ഒന്നുമില്ല, നല്ല തരതരപ്പായി തന്നെ കിട്ടിയാണ്. ഇനിയും കുറച്ചും കൂടെ ഫൈനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇത്തിരി നേരം കൂടെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫൈനായിട്ട് കിട്ടും കേട്ടോ. നമുക്ക്
ഈ ഒരു പോലെ മതി. അതുകൊണ്ടാണ് ഞാനിതിൽ സ്റ്റോപ്പ് ചെയ്തത്. ഇനിയിപ്പം നമുക്ക് ഈ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതൊന്ന് പൊടിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്താ സംഭവം, നന്നാവുമോ, എന്താ ആവുക എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനും ഇതേപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ആക്കണത്. എനിക്കും ഒരു ക്യൂരിയോസിറ്റി ആണ് കേട്ടോ, ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഇനി മസാലപ്പൊടികൾ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഫൈനായിട്ട് ഇത് ഗ്രൈൻഡായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി റെഡിയായി, നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ചോപ്പറിലിട്ടിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കാര്യമായിട്ട് വെജിറ്റബിൾസ് ഒന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഉള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇഞ്ചിയില്ല, വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു 3-4 അല്ലി വെളുത്തുള്ളി. അതിന് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടല്ലോ അത് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇഞ്ചി എടുക്കാൻ മറന്നുപോയതാ, ശരിക്കും ഇതിൻ്റെ റെസിപ്പിയിൽ ഇഞ്ചി ഉണ്ട് കേട്ടോ. പിന്നെ പല രീതിക്ക് ഇത് ചെയ്യുന്ന കണ്ടിരിക്കുന്നത്, അതായത് നമ്മൾ ആ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടെ അവസാനം കൂട്ടിയിടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കതെന്തോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു രീതിക്കാക്കിയിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഇനി ആ മസാല ഒന്ന് ഉള്ളിയിലിട്ടിട്ട് ഒന്ന് വറവാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് അങ്ങനെ അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിലും ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അതിൽ നിന്ന് 1-2 സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. 1-2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഫുള്ളൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതിൻ്റെ ഇങ്ങനെ ഉള്ളി ഇങ്ങനെ നല്ല പോലെ ഈ മസാലയിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ബ്ലെൻഡായിട്ട് വരും. അപ്പോൾ ആ ഒരു സമയം വരെ കംപ്ലീറ്റ് ആയിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കടലുണ്ടല്ലോ അത് ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ മിക്സാക്കി എടുക്കുക. കടല ചേർത്തിട്ട് അങ്ങനെ കുറേ നേരം വെച്ച് വഴറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താലും മതി. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പം കുറച്ച് ഉപ്പ് കുറവുണ്ടേനു, അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഈ സമയമായപ്പോഴേക്കും നമ്മളെ കയ്പ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കുക്കായി വരുമ്പോൾ ഇതിൻ്റെ കളറ് മാറും കേട്ടോ, ഒരു യെല്ലോയിഷ് ഗ്രീനൊക്കെ പോലത്തെ ഒരു കളറായിട്ട് വരും. അങ്ങനെ ആ ഒരു സമയത്ത് നമുക്കിത് തുറക്കാനൊക്കെ നല്ല സുഖമായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ പയനിറവൊക്കെ പോലെ തോന്നുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് മസാല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പം ഞാൻ ഈ കാണിച്ചിട്ടുള്ള കയ്പൻ്റെ അളവുണ്ടല്ലോ അത് ശരിക്കും ഒരു 3 കയ്പൻ്റെ ഉള്ളിലേക്കൊക്കെ ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ട്. അതായത് ഇത്രയും വലിയ കയ്പുണ്ടെന്നുണ്ടെങ്കിൽ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പിന്നെ ഞാനങ്ങനെ തിങ്ങി നിറയ്ക്കാനൊന്നും നിന്നിട്ടില്ല, ജസ്റ്റ് കുറച്ച് മാത്രമേ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കിത് 2 സൈഡും ഒന്ന് തിരിച്ചും മറിച്ചിട്ടെടുക്കാനുണ്ട് എണ്ണയിലിട്ടിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ നല്ലോണം ഇങ്ങനെ ബ്രൗൺ ആക്കുന്നത് കണ്ടിരിക്കുന്നത്, പക്ഷെ അത്ര ബ്രൗൺ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കയ്പൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഡിഷ് എന്തായാലും ഇഷ്ടമാവും. അല്ലാത്തവരെ കാര്യം എനിക്കറിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഈ കയ്പ മുളകിട്ടത്, കയ്പ കൊണ്ടാട്ടം അങ്ങനത്തെ ഐറ്റംസ് ഉണ്ടല്ലോ കയ്പ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഉമ്മക്കിത് ഉമ്മ പറഞ്ഞ് തിരക്കടൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ സദ്യയൊക്കെ കഴിക്കൂലേ ആ ഒരു ഇതിലാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്യണത്. നമ്മൾ സദ്യൻ്റെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിരുന്നു, അപ്പോൾ അത് ബാക്കിയുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് അറേഞ്ച് ചെയ്തിട്ട് ഒരു സദ്യ പോലെ ആക്കിയിട്ടാണ് കഴിക്കാൻ പോണേ. നോയിനിങ്ങനെ ഇലയൊക്കെ വെച്ച് കണ്ടപ്പോഴേ ലീഫിൽ ഫുഡ് കഴിക്കുകയാണെന്നും പറഞ്ഞ് വന്നാണ്ട് കുറച്ച് ചോറൊക്കെ അങ്ങനെ എടുത്ത് തിന്ന് നോക്കിട്ടോ. പിന്നെ ഓന് എണീറ്റ് പോയി, ഓനക്ക് ചോറൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഒരു പപ്പടം വെച്ചു, ഒരു കൊണ്ടാട്ടമുളക് വെച്ചാണ്. എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മളെ നാട്ടിലത്തെ ഒരു ടേസ്റ്റ് അല്ല, അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇഷ്ടപ്പെടാതിരിക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ, കാരണം കുറച്ചൊരു കയ്പുള്ള ടൈപ്പ് ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതേപോലെ ആറ്റംബർഗിൻ്റെ മിക്സി അടിപൊളിയാണ് കേട്ടോ. വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക.